പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകുമാറും ചന്തു എസ് നായരും അരുണിമയും ചേരുന്നു. അവധി ദിവസമായ ഇന്ന് കലോത്സവ വേദികൾ സജീവമാണോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീകുമാർ, കേൾക്കാമോ? പാർവതി, സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നീള വേദിക്ക് സമീപത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആവേശകരമായ രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിൽ മുഖ്യവേദിയിൽ ഒപ്പനയാണ് പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ തിരുവാതിര മറ്റു വേദികൾ പുരോഗമിക്കുന്നുണ്ട്. ലളിതഗാന മത്സരങ്ങളുണ്ട്, നാടകമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മത്സര ഇനങ്ങളാണ് പുരോഗമിക്കുന്നത്. വലിയ ആവേശമാണ്. പോരാട്ടം പാർവതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ്. കഴിഞ്ഞ തവണ അവസാന നിമിഷം വരെ ആരാകും കപ്പടിക്കുക എന്നുള്ള വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇത്തവണ തുടക്കം മുതൽ തന്നെ ഒരു ആകാംക്ഷ നിലനിൽക്കുകയാണ്. മുഖ്യവേദിയിൽ ആൾക്കാരുടെ പങ്കാളിത്തം അല്പം കുറവാണെങ്കിൽ പോലും വൈകുന്നേരത്തോടുകൂടി പരമാവധി ആൾക്കാർ എത്തുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട് സംഘാടകർക്ക്. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. അങ്ങനെ എന്നും കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് അനന്തപുരിക്കുള്ളത്. രാവിലെ മുതൽ തന്നെ നമ്മുടെ ചന്തു മിക്കവാറും ഉള്ളിടത്തൊക്കെ കറി വരുന്നുണ്ട്. രണ്ടാം ദിനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം ഇപ്പം നടന വിസ്മയത്തിന്റെ അല്ലെങ്കിൽ മേള ലയത്തിന്റെ ഒരു പൂരപ്പറമ്പായി മാറിയിരിക്കുകയാണ്. കാരണം എങ്ങ് നോക്കിയാലും 25 വേദികളാണുള്ളത്. അത് നഗരത്തിന്റെ പല ഭാഗങ്ങളായിട്ടാണുള്ളത്. ഇപ്പൊ വിമൻസ് കോളേജ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയം, SME സ്കൂള്, അങ്ങനെ നിശാഗന്ധി, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കലാകാരന്മാരെയും കലാകാരികളെയും മാത്രമേ വേഷവിധാനം ധരിച്ച് അവരെ മാത്രം കാണാൻ പറ്റുന്നുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മാത്രമല്ല, എടുത്തു പറയേണ്ടത് എല്ലാ വേദികളിലും കനത്ത മത്സരമാണ് നടക്കുന്നത്. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമുക്ക് രാവിലെ തന്നെ ഒപ്പന കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ പൂരക്കളി കാണാൻ പറ്റി. വഴുതക്കാട് വിമൻസ് കോളേജിലാണെങ്കിൽ തിരുവാതിരക്കളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പല വിധത്തിലുള്ള കലാകാരന്മാരുടെ സമ്മേളനം നടക്കുകയാണ്. ഒരു ഉത്സവ ലഹരിയില് തിരുവനന്തപുരം നഗരം ആറാടുകയാണ് എന്ന് തന്നെ പറയാം. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലും ഒട്ടും പിന്നിലല്ല. അവരും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ തിരുവാതിര വിശേഷങ്ങളുമായിട്ട് അരുണിമ. എന്താ അരുണിമ, രാവിലെ മുതൽ തിരുവാതിരയുടെ കൂടെ ആണല്ലോ, എന്താണ് പറയാനുള്ളത്? തിരുവാതിര ഇന്നിപ്പോ പിള്ളേരെല്ലാം ഭയങ്കര സെറ്റായിട്ട് നിൽക്കണം. അവരെല്ലാം ഭയങ്കര അടിച്ചു പൊളിച്ച് തിരുവാതിരയെല്ലാം ആസ്വദിച്ച് അവര് തന്നെ മത്സരത്തിന്റെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. ചോദിച്ചു നോക്കാം നമുക്ക് അവരോട് തന്നെ. എങ്ങനെയുണ്ടായിരുന്നു തിരുവാതിര പോരാട്ടമൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. റിസൾട്ട് വന്നാ? ഇല്ല, വെയിറ്റ്. വേറെ മത്സരങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൾക്കുണ്ട്, പല്ലവിക്കുണ്ട്. നിങ്ങൾ ഏത് സ്കൂളാ? ഞാൻ സെന്റ് തെരേസസ് എറണാകുളം. ഓ ശരി. അപ്പം നിങ്ങൾ ഭയങ്കര നല്ല ഫൈറ്റാണ് നടന്നല്ലേ? അതെ. അപ്പൊ ഇങ്ങനെ തന്നെയാണ് കുട്ടികളുടെ ഒരു ആവേശം. അതുപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല, അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. അങ്ങനെ തിരുവനന്തപുരം മുഴുവനായി ഏറ്റെടുത്ത് എന്തായാലും ഒരു വലിയ കളറായി കഴിഞ്ഞു തിരുവനന്തപുരം അല്ലേ? മാത്രമല്ല, നമ്മൾ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ രണ്ടാമത്തെ ദിവസം ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ്. കാരണം മത്സരം മുറുകുകയാണ്. കോഴിക്കോടാണോ കണ്ണൂരാണോ തൃശ്ശൂരാണോ ആരാണ് മുന്നിൽ വരുന്നത് എന്ന് പറയാൻ പറ്റാതെ. കാരണം ഓരോ പോയിന്റ് മാത്രമാണ്. കാരണം ഓരോ മത്സരത്തിന്റെ അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു ജില്ല മുന്നേറുന്നു, അല്ലെങ്കിൽ കോഴിക്കോട് മുന്നേറുന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ മുന്നേറുന്നു, പാലക്കാട് മുന്നേറുന്നു എന്നുള്ള നിലയിലേക്ക്. അതുകൊണ്ട് തന്നെ ആവേശം ഇരട്ടിക്കുകയാണ്. കാര്യം പറയുവാണെങ്കിൽ തന്നെ തിരുവാതിരയില് മത്സരത്തിൽ ഒത്തിരി പേര് തന്നെ മത്സരം കാണാനായിട്ട് തന്നെ ആസ്വാദകർ ഒത്തിരി പേര് ഉണ്ടായിരുന്നു നിറച്ചും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ തിരുവാതിരയ്ക്ക് ആസ്വാദകരുടെ എണ്ണം കൂടുന്നതാണ്. ഇത്തവണ പ്രായമായവരുണ്ടായിരുന്നു, പ്രായഭേദമന്യേ കുറെ പേര് തന്നെ ആസ്വാദക വൃന്ദത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആൾക്കാരുടെ എണ്ണത്തിലും കാണികളുടെ എണ്ണത്തിലും വലിയ കുറവൊന്നുമില്ല. ഇപ്പോഴും ആസ്വാദകർ എത്തിത്തുടങ്ങുന്നുണ്ട്. വലിയ ഒരു തരത്തിലുള്ള ഒരു ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം പ്രത്യേകിച്ചും ഞായറാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. മത്സരം കാണാനെത്തുന്നുണ്ട്. പ്രവൃത്തി പരിചയ മേളയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അനന്തപുരി മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു കലോത്സവത്തെ എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. പാർവതി.